അപ്പോൾ നമുക്ക് വറുക്കാനുള്ള ഒന്ന് പെരട്ടിയൊക്കെ വെക്കാം. നല്ലപോലെ ഉപ്പും എരിവും എല്ലാം പിടിച്ചൊക്കെ ഇരിക്കും. ഇത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇച്ചിരി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി പിടിച്ചതല്ല, കുറച്ച് പെരുംജീരകവും കൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുരട്ടി വെക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് യോജിച്ച് റെഡിയാകും. നമുക്കത് വറുക്കുന്ന സമയമാകും. അപ്പം നമുക്കിനി മീൻ വറുക്കാം. അപ്പം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മീനൊന്നും അങ്ങ് ഇട്ട് കൊടുക്കാം. എന്തായാലും ചട്ടിക്കകത്താകുമ്പോൾ ഇച്ചിരി പിടിക്കുകയൊക്കെ ചെയ്യുന്നാലും കുഴപ്പമില്ല. മിച്ചം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും. നമുക്ക് സൂക്ഷിച്ച് ചേർക്കാൻ പറ്റും. അപ്പം നല്ലപോലെയൊക്കെ ഒന്ന് റെഡിയായൊക്കെ വരട്ടെ. അതിൻ്റെ കൂടെ ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിലയും കൂടി ഞാൻ അരിഞ്ഞ് ഇടുന്നുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന സാധനങ്ങൾ. ഇപ്പോൾ റെഡിയാകട്ടെ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിട്ട് വെക്കണമുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ നിർത്തിയുണ്ട്.